ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ തംബ്നെയിലിൽ കൊടുത്ത പോലെ സ്ലൈസ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയാം. കാരണം അന്ന് ഞാൻ മൊത്തം റെക്കോർഡൊന്നും ചെയ്തിട്ടൊന്നുമില്ല, കുറച്ച് ക്ലിപ്സ് ഒക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കിയൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന October 20th ഇപ്പം ഞാൻ ഡെസ്ക് ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഫുൾ ഞാൻ അലങ്കോലാക്കിയിടും. അപ്പം ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാർഡും ഈ നോട്ട് പാഡും ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് പോയി കാണാൻ ഞാൻ ചാനലിൽ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഷോർട്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഇതാണ് എൻ്റെ ചാനൽ. ഈ സ്പ്രെഡ്സ് ഒക്കെ ഞാൻ ചെയ്തതാണ്. ഇതിൻ്റെ ഒക്കെ തന്നെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. വാഷി ടേപ്പൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് കിട്ടിയപ്പം ഉള്ള ബോക്സാണിത്. ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് പോലും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ച ആ ഓർഗനൈസറിൻ്റെ ഡ്രോയിൻ്റെ ഉള്ളിലേക്ക് വെക്കാം, അതൊക്കെയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഓർഗനൈസർ ഒന്ന് ടേബിളിൻ്റെ അടുത്ത് മാറ്റുന്നുണ്ട്. ഇത് വൈറ്റ് ടേബിൾ അല്ല, ഞാൻ വൈറ്റ് വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ടുമില്ല. ഞാൻ സ്റ്റിക്ക് ചെയ്യാണ്ട് തന്നെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് 4 കോർണേഴ്സ് മാത്രം സ്റ്റിക്ക് ചെയ്ത് വെച്ചത് ആ ടേബിളിൻ്റെ മേലെ. എനിക്കെന്തോ അതിൻ്റെ മേലെ എങ്ങ് സ്റ്റിക്ക് ചെയ്യാൻ ഒരു ധൈര്യം വരുന്നില്ല. വൈറ്റ് കളർ ആയതിനെ കൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പണിയാണ്. കാണുമ്പം അത്ര ചളിയൊന്നും ഉള്ള പോലെ തോന്നൂല, പക്ഷേ ഒരു ടിഷ്യോ എന്തെങ്കിലും എടുത്ത് വൈപ്പ് ചെയ്താൽ അറിയാം എത്ര പൊടി അതിൻ്റെ അകത്തുണ്ടെന്ന്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതും ഈ ഡെസ്കും ഒന്നും എൻ്റെ റൂമിലത്തെ അല്ല, ഇതിൻ്റെ സിസ്റ്റർ റൂമാണ്. അപ്പം ഡെസ്കൊക്കെ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊരു ഡെസ്ക് മേക്ക് ഓവർ പോലെയൊക്കെ ഒരു വീഡിയോ ചെയ്യാം. ഞാൻ എൻ്റെ റൂം ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനൊക്കെ എന്തായാലും കുറച്ച് സമയം എടുക്കും. ഞാൻ കുറച്ച് ഇൻവിറ്റേഷൻ കാർഡ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജേർണലിംഗ് ചെയ്യുമ്പം ബാക്ക്ഗ്രൗണ്ടിലൊക്കെ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം എല്ലാവരും അത്യാവശ്യം അടിപൊളി കല്യാണക്കത്തൊക്കെ കാണുകയാണെങ്കിൽ ഇതുപോലെ എടുത്ത് ഒന്ന് ചെയ്ത് നോക്കുക. ജേർണൽ സപ്ലൈസ് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ വീട്ടിൽ തന്നെ ഒന്ന് പരുതിയാൽ ഇങ്ങനത്തെ ഓരോന്നൊക്കെ കിട്ടും. പിന്നെ ഇതിപ്പം ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജേർണലിംഗ് ചെയ്യുമ്പം ഇതും കൂടെ ചെയ്യുമ്പം വലിയൊരു പണിയായി പോലെ. ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ്. ഞാൻ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പീൽ ചെയ്ത് യൂസ് ചെയ്യുന്ന പോലത്തെ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യില്ല. ഞാൻ എപ്പോഴും പിൻട്രസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോസ് പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുക ചെയ്യല്. ഇതാകുമ്പം നമുക്ക് നമ്മളെ ഇഷ്ടത്തിനുള്ളത് കിട്ടുകയും ചെയ്യും. കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ടൈം ഉള്ളപ്പോൾ ഒക്കെ ഇങ്ങനെ കുറച്ചെണ്ണം കട്ട് ചെയ്ത് വെക്കും. അതാകുമ്പം ഈ ജേർണലിംഗ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഇത് കട്ട് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അത്ര തന്നെ ഒരു ടൈം പോവില്ല അവിടെ. ഒരു ഉച്ച സമയമൊക്കെ ആയപ്പം ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഷോപ്പാണ്. ഒരു ഫ്രണ്ട് വരാണ്ടായിരുന്നു. അപ്പം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോകുമ്പം നല്ല വെയിലേനി. നമ്മളെവിടെ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ സിസ്റ്റർക്ക് ഒരു കൊളാബ് ഷൂട്ട് ഉണ്ടായിരുന്നു. ഒക്കെ ഒരു ഫുഡ് വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരു പേജ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ബീച്ചിൻ്റെ അടുത്തുള്ള പോൾസ്കി കബാബ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കഫേയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫുഡ് വ്ളോഗിങ് എന്നൊന്നും വെച്ചാൽ ചില്ലറ പണിയല്ല കേട്ടോ. നമ്മൾ കാണുമ്പോൾ എന്താ ഞാനൊക്കെ വിചാരിക്കുന്നു
ഭയങ്കര സുഖമല്ലേ എല്ലാ സ്ഥലത്തും പോയി കഴിക്കാമെന്നൊക്കെ. പക്ഷെ വെറുതെ വിചാരിക്കുകയാണ്, പോയിട്ട് ഇതാ ഓരോ ടേക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു കഷ്ടപ്പാടായിരുന്നു. പിന്നെ കുറേ ഫുഡ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഫുഡൊക്കെ നല്ലപോലെ തണുത്തോ, പിന്നെ നമുക്കത് കഴിക്കാനൊന്നും വലിയൊരു മൂഡും ഉണ്ടാവില്ല. അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയേനു. അങ്ങനെ കുറേ നേരത്തെ ഫോട്ടോ എടുക്കലിൻ്റെയും വീഡിയോ എടുക്കലിൻ്റെയൊക്കെ അവസാനം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറേ ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറേ നേരം ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് ഇതിൻ്റെ ആ ചൂടൊക്കെ പോയി കഴിക്കുമ്പം വലിയൊരു സുഖമൊന്നും കിട്ടൂല. എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചിട്ട് എടുത്ത് തന്നെയാണല്ലോ ബീച്ചിലും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബീച്ചിലൊക്കെ ഫുൾ മാറി, ഇപ്പം പഴയ പോലെ പെട്ടിപ്പീടികകളൊന്നും ഇല്ല, ഫുൾ ഹൈടെക് ആണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല, ദൂരെ നിന്നിട്ടേ ഉള്ളൂ. വെള്ളത്തിലേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ കടല് ഉൾവലിഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അപ്പം തിരയൊന്നും ഇല്ലായിരുന്നു കടലിൽ. കുറേ ചളിയൊക്കെ ആയിരുന്നു ആ ഭാഗത്ത്. പിന്നെ കുതിര ഉണ്ടായിരുന്നു, സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. രണ്ടിലും കയറാമെന്ന് വിചാരിച്ച് ചെറിയൊരു ധൈര്യക്കുറവ് കാരണം കയറിയിട്ടില്ല. പിന്നെ നല്ല മഴയും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈം ഇതിലേക്ക് നടന്ന് സമയം പോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കുറേ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് മഴ പെയ്തിട്ടുണ്ടേനി. അങ്ങനെ വേഗം വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യാം. അപ്പോൾ ബൈ.